ഇപ്പോൾ യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നോട് നേരത്തെ കുറച്ചാൾ മുമ്പ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, ചേട്ടാ കവസാക്കി അവഞ്ചറിനെ കുറിച്ച് സംസാരിക്കും. കവസാക്കി അല്ല, ബജാജ് അവഞ്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ബജാജ് അവഞ്ചറിനെ കുറിച്ചാണ്. അതായത് നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൊച്ചിലെ, ഞാൻ ഒരു 90s കിട്ടാന്നിട്ട് പറഞ്ഞല്ലോ, അപ്പം നമ്മളൊക്കെ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ വലിയൊരു റെവല്യൂഷനായിട്ട് മോട്ടോർ സൈക്കിൾ വന്നതാണ് ബജാജ് അവഞ്ചർ. എന്നാൽ ബജാജ് അവഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ബജാജ് അവഞ്ചർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിള് ഒരു കാവസാക്കി എലിമിനേറ്ററിന്റെ ബേസ് ചെയ്ത് ഇറക്കിയ ഒരു മോട്ടോർ സൈക്കിളാണ്. ബേസ് ചെയ്തെന്ന് ഞാൻ പറയത്തുള്ളൂ, കോപ്പി ചെയ്യാന്ന് ഞാൻ പറയത്തില്ല. കാരണം ബജാജും കാവസാക്കിയും കൊളാബറേഷനിൽ 2000-ങ്ങളിൽ ഇറക്കിയ ഒരു മോഡലായിരുന്നു ബജാജ് കാവസാക്കി എലിമിനേറ്റർ. ഈ കാവസാക്കി എലിമിനേറ്ററിന്റെ സെയിം ചാസിയാണ് ഇപ്പോഴത്തെ മോഡൽ അവഞ്ചറിനകത്ത് പോലും ചെറിയ ചെറിയ ട്വീക്സ് ഒക്കെ നടത്തിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്ര വർഷം പഴക്കമുള്ള ചാസി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവഞ്ചറിനുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലോ സ്പീഡ് ഹൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തൊട്ട് ബ്രേക്ക് പിടിക്കും. ബാക്ക് ബ്രേക്ക് പ്രത്യേകിച്ച് പാളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാക്ക് ബ്രേക്കിന്റെ ഡിസ്കുള്ള മോഡലുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ കണ്ടുള്ളതെല്ലാം ഡ്രം മോഡലാണ്. അപ്പം ബാക്ക് ബ്രേക്ക് ഡിസ്കില്ലാത്ത പ്രശ്നമുണ്ട്. എന്നാലും കാവസാക്കി ബജാജ് കൊളാബറേഷനിൽ ഇറങ്ങിയൊരു ഒരു അത്യുഗ്ര സാധനമായിരുന്നു അന്നത്തെ കാലത്തെ എലിമിനേറ്ററെ കുറിച്ച് സംസാരിക്കുന്നത് 175cc എഞ്ചിൻ പ്രൊഡ്യൂസിങ് 15 bhp ആയിരുന്നു. ഭയങ്കര റിലയബിൾ ആയെന്ന് പറഞ്ഞേക്കാം. വളരെ കുറച്ച് മോട്ടോർ സൈക്കിൾ മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ, പക്ഷെ ഉള്ളവരൊന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര റിലയബിൾ ആണ്. അതായത് കറക്റ്റ് കാവസാക്കി എലിമിനേറ്ററും നമ്മളൊരു അവഞ്ചറും കൂടെ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്. അതിനകത്ത് ആകെപ്പാടെ മാറ്റം എന്ന് വെച്ചാൽ ബജാജ് സീരീസിന് ക്യാരി ഫോർവേഡ് ചെയ്ത എഞ്ചിനാണ് നമ്മുടെ അവഞ്ചറിനകത്തിരിക്കുന്നത്. മറ്റേനകത്തുള്ളത് കാവസാക്കിയുടെ തനതായിട്ടുള്ള എഞ്ചിനാണ്, 175cc എഞ്ചിൻ. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, കാവസാക്കി എലിമിനേറ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പവർ കുറവെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ 175cc എഞ്ചിൻ ആയതുകൊണ്ട് പവർ കുറവെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഫോർ ടൈം 2000-ങ്ങളിലൊക്കെ 15 bhp എന്ന് പറഞ്ഞാൽ നല്ലൊരു പവർ തന്നെയായിരുന്നു, നല്ലൊരു പവർ ഫിഗേഴ്സ് തന്നെയായിരുന്നു. അന്നൊന്നും നമ്മുടെ റോഡൊന്നും ഇത്രയ്ക്കൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്നൊരു നല്ല പവർ ഫിഗർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒട്ടും പ്രസക്തമല്ലായിരിക്കാം. അതുകൊണ്ട് അതിന്റെ എഞ്ചിൻ മാറ്റിയിട്ട് നമ്മുടെ പൾസർ 180, 220, ആദ്യമായിട്ട് എനിക്കൊന്ന് അവഞ്ചർ വന്നത് 220cc ആയിരുന്നു. 220 ആണോ 180 ആണോ എനിക്ക് സംശയമുണ്ട്. ഫീൽസ് ലൈക്ക് ഗോഡ് എന്നും പറഞ്ഞ പരസ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പണ്ട് ഏഷ്യ ന്യൂസിൽ ഇടയ്ക്ക് മറ്റേ വാർത്തയുടെ ഒക്കെ ഇടയ്ക്ക് കണ്ടതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയ മോട്ടോർ സൈക്കിൾ അതായിരുന്നു, ഫീൽസ് ലൈക്ക് ഗോഡ് എന്ന് പറഞ്ഞ പരസ്യം. അത് 180 ആണോ 220 ആണോ എനിക്ക് സംശയമുണ്ട്. എന്തായാലും സെയിം 220cc എഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഓടിച്ചുള്ള 220cc എഞ്ചിനാണ്. കാരണം 220cc എഞ്ചിൻ വെരി പെർഫെക്റ്റ് ആണ് അവഞ്ചറിന്. കാരണം പറയാനായിട്ടുള്ള കാര്യം വെച്ചാൽ ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് അവഞ്ചറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡബിൾ ക്രാഡിൽ ഫ്രെയിം എപ്പോഴും ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിളിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഡയമണ്ടിനേക്കാളും അല്ലെങ്കിൽ മറ്റേ സ്ട്രെസ്ഡ് മെമ്പർ ആയിട്ടുള്ള ഫ്രെയിമിനേക്കാളും ഏറ്റവും നല്ല ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിൾ. ആ ഒരു സെറ്റ് ഓഫ് പെഡിഗ്രിയാണ് അവഞ്ചറിനകത്തുള്ളത്. അതായത് കാവസാക്കി എലിമിനേറ്ററിന്റെ സെയിം മോഡൽ ഓഫ് ചാസിസ് ആൻഡ് ഡിസൈൻ ആണ് അവഞ്ചറിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പട മാറ്റം എന്ന് വെച്ചാൽ അവരുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ബജാജിൽ തരുന്ന എഞ്ചിനുകൾ വന്നു എന്ന് മാത്രമേ. 220cc എഞ്ചിനാണെങ്കിൽ പോലും 220 പൾസർ 220യേക്കാളും പവർ കുറച്ച് സ്ലൈറ്റ് ലോ ഡൗൺ ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. വലിയ ട്യൂണിങ് വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ വെരി റിഫൈൻഡ് ആണ്. ഇറ്റ് ഡസ് ദ ഡ്യൂട്ടി വെരി വെൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 220 പോലെ തന്നെ 220 എഞ്ചിൻ നല്ലതാണ്. എൻ്റെ ഫസ്റ്റ് ജനറേഷൻ 220 ആയതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബിഗ് ബൈക്ക് ഫീൽ അല്ലെങ്കിൽ ബിഗ് ബൈക്ക് ഫീൽ കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് 220. നല്ലൊരു കൈ കൊടുത്ത് നല്ലോണം പറന്ന് നിൽക്കും. ആ ഒരു പറന്ന് നിൽക്കലൊന്നും ഈ അവഞ്ചറിലോട്ട് വരുമ്പോൾ ഇല്ല. വളരെ മെലോ ആൻഡ് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു എഞ്ചിനാണ് അവഞ്ചറിനകത്ത് വന്നപ്പോഴത്തേക്കും. സെയിം 220cc യൂണിറ്റ് ആണെങ്കിൽ പോലും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര പഴക്കമുള്ള ചാസിസ് 2000-ങ്ങളിൽ ഇറക്കി ഡിസൈൻ ചെയ്ത ചാസിസ് ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഈ മോട്ടോർ സൈക്കിൾ കാണിക്കുന്നുണ്ട്. ബജാജ് അവഞ്ചർ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ബാക്ക് സ്കിഡായി പോകും. അങ്ങനത്തെ കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ തോന്നുന്നുണ്ട്. അതൊഴിച്ചാൽ എനിക്ക് തോന്നുന്നു വേറെ കമ്പയർസ് ഒന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് പാർട്സ് എല്ലാം 220 സെയിം ആണ്. 220 ഇത്രയ്ക്ക് പോപ്പുലർ ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും സ്പെയർ പാർട്സിനും ഒരു മുട്ടം ഉണ്ടാകത്തില്ല. പിന്നെ ബാക്കിയുള്ള സ്പെയറുകളാണെങ്കിലും ബജാജ് ആയതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു മീഡിയം ക്വാളിറ്റി, ഞാനൊരിക്കലും ജാപ്പനീസ് ലെവൽ ഓഫ് ക്വാളിറ്റി പറയത്തില്ല, എങ്കിലും ഒരു മീഡിയം ക്വാളിറ്റി ആണ് ഈ ബജാജുകളുടെ വണ്ടികളെല്ലാം. താങ്ക് യു.